ഡിയർ സ്റ്റുഡൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്, അതുമായി ബന്ധപ്പെട്ട ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന് വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ പരിഗണിച്ച പോലെ തന്നെ ഒരു കണ്ടക്ടർ പരിഗണിക്കുന്നു. ഈ കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആസ് യു ക്യാൻ സീ, ദ റെഡ് സ്ഫിയേഴ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ്, ദ യെല്ലോ സ്ഫിയേഴ്സ് ആർ അയോൺസ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ഇലക്ട്രോൺസ് റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുക. ഇലക്ട്രോൺസ് മൂവ് റാൻഡംലി ഇൻസൈഡ് ദ കണ്ടക്ടർ സച്ച് ലൈക്ക് ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ റാൻഡം ആയിട്ട് ആണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ് വിത്ത് ഓൾ പോസിബിൾ വെലോസിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ, പ്ലസ് വണ്ണിൽ പഠിച്ച പോലെ തന്നെ, ഗ്യാസ് മോളിക്യൂൾസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുമ്പോൾ പരസ്പരം കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ദ ആവറേജ് ഡിസ്റ്റൻസ് വിത്ത് വിച്ച് ദേ ട്രാവൽ ഇസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. അതുപോലെ തന്നെയുള്ളൊരു മീൻ ഫ്രീ പാത്ത് ഇലക്ട്രോൺസിൻ്റെ കേസിലുണ്ടായിരിക്കും. ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യാതിരിക്കുന്നതിനിടയ്ക്കുള്ളൊരു മീൻ ടൈമും ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ കണ്ടക്ടറിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന മോഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ റാൻഡം പാത്താണ്. ഇലക്ട്രോണ് ഒരു കൊളീഷന് ശേഷവും ഇമ്മീഡിയറ്റ് ആയിട്ട് ബോൺസ് ചെയ്തതിനു ശേഷം ആ ഇലക്ട്രോൺ പോയിട്ടുള്ള ഒരു പാത്താണ് കാണുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ളതൊക്കെ കൊളീഷനുകളിടയ്ക്ക്, തൊട്ടടുത്ത കൊളീഷനിലിടയ്ക്ക് ഇലക്ട്രോൺ ട്രാവൽ ചെയ്തിട്ടുള്ള പാത്തുകളാണ് വിത്തൗട്ട് എനി കൊളീഷൻ. സോ ദിസ് ഇസ് ദ mean free path here, this is the mean free path here, this is the mean free path here. So ഓരോ പാത്തിൻ്റെയും ലെങ്ത് വ്യത്യാസമാണ് അല്ലേ. സോ മീൻ ഫ്രീ പാത്ത് പറയാൻ വയ്യ. ദിസ് ഇസ് ദ ഫ്രീ പാത്ത് ഹിയർ. ഒന്ന് മാത്രം എടുക്കാം, ഫ്രീ പാത്ത്, ഇത് ഫ്രീ പാത്ത്, ഇത് ഫ്രീ പാത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്കൊരു മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന ഒരു ആശയം വരിക. നമ്മൾ അതിലേക്ക് വരാം. സോ അത് ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് കമ്പാരിസണിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത കൊളീഷൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാത്താണ് ഈ മാർക്ക് ചെയ്തത്. സോ ദിസ് ഇസ് ദ പാത്ത് ഇൻ വിച്ച് ദ ഇലക്ട്രോൺ മൂവ്സ്. ഇനി നമ്മൾ പറഞ്ഞു, ജനറലായിട്ട് പറഞ്ഞാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കില്ല. ഇലക്ട്രോൺ മൂവ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ മൂവിന് ഓപ്പോസിറ്റഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കാണാം, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കാണാം. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ മൂവ് ചെയ്യുക ടുവേഴ്സ് ദ ലെഫ്റ്റ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിട്ട്. റൈറ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാ ഇലക്ട്രോണും ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്താൽ ഇലക്ട്രോണുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. പക്ഷേ ആക്ച്വലി ഇങ്ങനെയല്ല, ഇതല്ല യഥാർത്ഥത്തിലുള്ളൊരു മൂവ്മെൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് അപ്പിയർ ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇലക്ട്രിക് ഫീൽഡ് അപ്പിയർ ചെയ്യുന്നതോടുകൂടി അപ്പം തന്നെ എല്ലാ ഇലക്ട്രോൺസും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യും എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അതിൻ്റെ ഇൻ എഫക്റ്റ് ആ മൂവ്മെൻറ്റ് അങ്ങനെയാണെന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകാൻ സാധിക്കുന്നത്. കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ്, സോ നെറ്റ് വെലോസിറ്റി 0 ആവുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് വെലോസിറ്റി അപ്പിയർ ചെയ്യും. ആ നെറ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇലക്ട്രോണുകളെല്ലാം തന്നെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കണ്ടക്ടറിൽ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്, ഈവൻ ദോ ദർ ആർ ലോട്ട്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, ദർ ഈസ് നോ കറണ്ട് ഇൻ ദ കണ്ടക്ടർ, വൈ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Electrons are randomly moving in a conductor with all possible velocities, in all possible directions. So the net velocity is 0, which means there is no current in the conductor. But when an electric field is applied, electrons will move against the direction of electric field, such that the net velocity is not equal to 0 and there will be a current in the conductor. അതാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഇങ്ങനെയല്ല മൂവ്മെൻറ്റ്. എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠം ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മൾ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കി നോക്കാം. ഒരു ഇലക്ട്രോൺ മാത്രം പരിഗണിക്കുക. സോ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ ഒന്ന് ഷോർട്ടാക്കിയത്. ദ ഇലക്ട്രോൺസ് ആർ മൂവ് റാൻഡംലി വിത്ത് ഓൾ പോസിബിൾ വെലോസിറ്റീസ്, ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഓൾ ദ ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ പറഞ്ഞ ആശയം. നോ n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമാണ് അടുത്ത്. ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കാര്യം മറക്കും. ഒരു ഇലക്ട്രോൺ റാൻഡമായിട്ട് മൂവ് ചെയ്ത കാര്യം മാത്രം ചിന്തിക്കും. സോ n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ n ഇലക്ട്രോൺസിൻ്റെയും കൂടി ആവറേജ് വെലോസിറ്റി 0. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചതുള്ളൂ. ആവറേജ് വെലോസിറ്റി ഓഫ് ഓൾ ദ ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു 0. സോ ദർ ഇസ് നോ കറണ്ട് എന്ന് കണ്ടിട്ട്.
ഇൻ ദ ആബ്സൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ ഒരു ഇലക്ട്രോൺ മാത്രം പരിഗണിക്കുക. ഇപ്പോൾ നേരത്തെ ഒരു ഇലക്ട്രോൺ ഞാൻ ആനിമേറ്റ് ചെയ്ത് കാണിച്ചത്, ആ ഇലക്ട്രോണിനെ മാത്രം പരിഗണിക്കും. ഇപ്പോൾ കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രം പരിഗണിച്ചു. ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കാണുന്നത്. നേരത്തെ വരച്ച അതേ പാത്താണ്, പക്ഷേ ഇവിടെ അയോൺസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, മറ്റ് ഇലക്ട്രോണുകളൊന്നും തന്നെ മാർക്ക് ചെയ്തിട്ടില്ല. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോൺ മൾട്ടിപ്പിൾ കൊളീഷന് ശേഷം ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്നു. ഇതാണ് ജസ്റ്റ് നേരത്തെ നമ്മൾ കാണിച്ച ആനിമേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു പാത്താണത്. അപ്പോൾ ഇലക്ട്രോൺ ഓരോ കൊളീഷന് ശേഷവും സഞ്ചരിക്കുന്ന പാത്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഓരോ കോർണറും ഇവിടെയുള്ള ഓരോ കോർണറും ആ ഇലക്ട്രോണിന് കൊളീഷൻ സംഭവിച്ച പോയിന്റുകളാണ്. സ്ട്രെയിറ്റ് ലൈനൊക്കെ ഇലക്ട്രോൺ കൊളീഷൻ ഇല്ലാണ്ട് പോയ പാത്തുന്നതായിരിക്കും. പക്ഷേ ഒരു കണ്ടക്ടറിനകത്ത് എത്രത്തോളം ഫ്രീ സ്പേസ് കിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പാത്ത്, അതിൻ്റെ ഫ്രീ പാത്ത് ഇത്രയും വലുതാക്കി വരച്ചത്. ആക്ച്വലി കണ്ടക്ടറിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ വളരെ ഡെൻസ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക, അയോൺസ് വളരെ അടുത്തായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് കണ്ടക്ടറിൽ ധാരാളമായിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസും ആറ്റംസും അടുത്തടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്. സോ ഇത്രത്തോളം മീ ഫ്രീ പാത്ത് അല്ലെങ്കിൽ ഇത്രത്തോളം ഫ്രീ പാത്ത് കിട്ടില്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വലിയൊരു ലെങ്ത്ത് വരച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇത്രയും ദൂരമൊന്നും കൊളീഷൻ ഇല്ലാണ്ട് ഇലക്ട്രോൺ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കില്ല. വളരെ വളരെ ചെറിയ ദൂരമായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ലാർജ് സ്കെയിൽ വരച്ചതാണ്. നോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താണ്, ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു. ഇലക്ട്രിക് ഫീൽഡ് വന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇലക്ട്രോൺ മൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്? കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഇലക്ട്രോണിൻ്റെ മുകളിലൊരു ഇലക്ട്രോണിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്പിയർ ചെയ്യും. നമുക്കറിയാം, when a charge is placed in an electric field, it experiences a force which is given by F is equal to QE. ഇവിടെ Q എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുക F is equal to minus E എന്ന് കിട്ടും. So there will be a force acting on the electron which is given by F is equal to minus E. F is equal to minus E എന്നുള്ള ഫോഴ്സ് എന്തുകൊണ്ട് മൈനസ് സൈൻ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് വന്നുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ പാത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ ജസ്റ്റ് ഒരു പുഷ്, ഫോഴ്സ് നത്തിങ് ബട്ട് പുഷ് ഓർ പുൾ എന്നാണ് പറയാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നു. ആ ഫോഴ്സ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ പോയിന്റിലും ഇലക്ട്രോൺ കടന്നു പോയിട്ടുള്ള ഈ ഒരു ഡാഷ്ഡ് ലൈൻ കാണിക്കുന്നത് പുതിയ പാത്താണ്. ഇലക്ട്രോൺ കടന്നു പോകുന്ന ഓരോ പോയിന്റിലും ഇലക്ട്രോണിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ടുള്ള പോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ഡീവിയേഷൻ അതിനുണ്ടായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡോട്ടർ ലൈനിൻ്റെ പാത്ത് നേരത്തെ ആ സോളിൻ്റെയും പാത്തിനെക്കാളും ജസ്റ്റ് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ പോയിന്റിലും ആ ഒരു ഡീവിയേഷൻ ഉണ്ടാവുകയും ഇലക്ട്രോൺ ഫൈനലി എത്തുക മറ്റൊരു പോയിന്റിലായിരിക്കും. അത് B1 എന്ന് പറഞ്ഞ പുതിയ, അല്ലെങ്കിൽ B' എന്ന് പറഞ്ഞ പുതിയ പോയിന്റിലേക്ക്. അപ്പോൾ Bയും B' തമ്മിൽ കണ്ടോ നിങ്ങളൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ? ഈ ഒരു മാറ്റം ഉണ്ടാകേണ്ട സാഹചര്യത്തെയാണ്, ഇതിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. നിൽക്കുന്ന പൊസിഷനിൽ നിന്നും പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റമാണ് ഡ്രിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ B എന്ന് പറഞ്ഞ പോയിന്റിൽ വരേണ്ടിയിരുന്ന ഇലക്ട്രോൺ B' എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ടത്? ഇലക്ട്രിക് ഫീൽഡ് വന്നുകൊണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇലക്ട്രോണിന് മുകളിലൊരു ഫോഴ്സ് വന്നു. ആ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇലക്ട്രോണിന് ചെറിയൊരു ഡ്രിഫ്റ്റ് സംഭവിച്ചു. B എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തേണ്ടിരുന്ന ഇലക്ട്രോൺ എത്തത് B'-ലാണ്. ഇങ്ങനെ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇലക്ട്രോണിൻ്റെ മുകളിലും, ഒരു ഇലക്ട്രോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഒരു ഇലക്ട്രോണിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻസാണ് പറഞ്ഞത്. ഈ ഒരു പ്രോസസ് തുടർച്ചയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നമുക്കറിയാം, ഇവിടെ എത്തിയിട്ട് നിൽക്കുന്നില്ല, ഈ പോലെ നിൽക്കുന്നില്ല, വീണ്ടും അത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതായിരിക്കും. റാൻഡമായിട്ട് അത് വീണ്ടും മൂവ് ചെയ്യുന്നു, പല പാത്തിൽ വീണ്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. വീണ്ടും മൂവ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം മൂവ് ചെയ്യുമ്പോഴും ആ ഇലക്ട്രോണിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫൈനലി എന്ത് ചെയ്യും? ഫൈനലി ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ആ ഒരു ഡ്രിഫ്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഡ്രിഫ്റ്റാണ് നമ്മൾ നേരത്തെ ഒരുമിച്ച് കാണിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇലക്ട്രോണും അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും.
ആ ലെഫ്റ്റിലേക്ക് ഉണ്ടാകുന്ന ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ when we apply an external electric field, the electrons will be accelerated against the direction of the electric field, so that the net velocity of electrons may not be zero. Hence, there will be an electric current in the direction of electric current. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോണിന് മുകളിൽ ഫോഴ്സ് വരികയും ആ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിന് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ ഇലക്ട്രോണിനും അങ്ങനെ ഡ്രിഫ്റ്റ് ഉണ്ടാവുകയും ഈ പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നതുകൊണ്ട് എല്ലാ ഇലക്ട്രോൺസും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു മൂവ്മെൻ്റാണ് ആ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് കറണ്ട് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് കണ്ടക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു കറണ്ട് ആവാനുള്ള കാരണം? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇലക്ട്രോൺസിന് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാവുകയും ആ ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇലക്ട്രോൺസും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും അങ്ങനെ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്തു. സോ ദ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് an electric current in the conductor. Now, the force experienced by the electron in the electric field, നമ്മൾ പറഞ്ഞു എത്രയാണത്? F is equal to minus E എന്നുള്ളതാണ്. where minus E is the charge of electron. ഇതിൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം, ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ആക്സലറേഷൻ ഉണ്ടാവും, വിച്ച് ഇസ് ഗിവൺ ബൈ F is equal to ma അല്ലേ. അപ്പോൾ F is equal to ma എന്ന ഇക്വേഷനിൽ m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. A is the acceleration experienced by the electron under this electric field. Then ആ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് ഇന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ what do we get? ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക A equal to minus E by m കിട്ടി. So vector A is equal to minus E vector E by m. This is the acceleration experienced by the electron. ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണെന്നാണ്. This is the acceleration experienced by the electron under the electric field. Now കൺസിഡർ ദ ith ഇലക്ട്രോൺ. നമ്മളൊരു ith ഇലക്ട്രോൺ കൺസിഡർ ചെയ്യണം അറ്റ് എ പർട്ടിക്കുലർ ടൈം ടി. ഒരു ടി എന്ന് പറയുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ നമ്മൾ ഇപ്പോൾ ആനിമേഷൻ കണ്ടപ്പോൾ തന്നെ ഇലക്ട്രോണോ കൺസിഡർ ചെയ്തു. ഈ ഇലക്ട്രോൺ കൊളീഷൻ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തിന് മുമ്പാണ് കൊളീഷൻ ഉണ്ടായതെന്ന് വിചാരിക്കും. ഇപ്പോൾ അല്പം മുമ്പ് നമ്മൾ ഒരു ടി എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ സമയത്തിന് മുമ്പായിട്ടാണ് കൊളീഷൻ ഉണ്ടായതെന്ന് വിചാരിക്കും. അതിനുശേഷം ടി ഐ എന്ന് പറയുന്ന സമയം ഇലാപ്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ടി ഐ ബി ദ ടൈം ഇലാപ്സ്ഡ് ആഫ്റ്റർ ഇറ്റ്സ് ലാസ്റ്റ് കൊളീഷൻ. നമ്മൾ നോക്കുന്ന സമയത്തിന് മുമ്പായിട്ടാണ് കൊളീഷൻ ഉണ്ടായത്. ആ കൊളീഷന് ശേഷം, ലാസ്റ്റ് കൊളീഷന് ശേഷം നമ്മൾ നോക്കുമ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ടി ഐ എന്ന് പറയുന്നൊരു സമയം ഇലാപ്സ് ചെയ്യുന്നത്. ടി ഐ എന്ന സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊളീഷൻ, ലാസ്റ്റ് കൊളീഷന് ശേഷം ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വി ഐ എന്ന് പറയുന്ന വെലോസിറ്റി ആയിരിക്കും. വി ഐ ഇസ് ദ വെലോസിറ്റി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലാസ്റ്റ് കൊളീഷൻ. സോ ലാസ്റ്റ് കൊളീഷന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഒരു കൊളീഷൻ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞു പോയ കൊളീഷന് ശേഷം അതുവരെ ടി ഐ എന്ന് പറയുന്ന സമയം ഇലാപ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഐ എന്ന് പറയുന്നൊരു വെലോസിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ അറ്റ് ദ ടൈം ടി എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യണത് അതിൻ്റെ തെർമൽ വെലോസിറ്റി കൊണ്ടാണ്. ഇപ്പോൾ തെർമൽ എനർജി ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ തെർമൽ വെലോസിറ്റി ഉപയോഗിച്ചിട്ടാണ്, തെർമൽ എനർജി ഉപയോഗിച്ചിട്ടാണ് കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ തെർമൽ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യായിരുന്നെങ്കിൽ റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിൻ്റെ മുകളിലൊരു അഡീഷണൽ ആക്സിലറേഷൻ വന്നു. സ്വാഭാവികമായിട്ടും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. സോ ദർ മേ ബി എൻ ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി അല്ലേ. അപ്പോൾ തെർമൽ വെലോസിറ്റിയേക്കാളും അല്പം ഒരു വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും. സോ ആക്ച്വലി ഇലക്ട്രോൺ എന്താണ് വെലോസിറ്റി ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടൊരു ഫോഴ്സ് വരികയും ആ ഫോഴ്സ് കൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാവുകയും ആ ആക്സിലറേഷൻ കൊണ്ട് അതിൻ്റെ തെർമൽ വെലോസിറ്റിയുടെ മുകളിൽ അല്പം ഒരു ഇൻക്രീസ് ഉണ്ടാവുകയും ചെയ്തു. ആ കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് കറണ്ട് ആയിട്ടുള്ളത്. നോ ഇപ്പോൾ പുതിയ വെലോസിറ്റി അതാണ് എഴുതിയുള്ളത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ അറ്റ് ദ ടൈം ടി? നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി ഐ ആണെങ്കിൽ ക്യാപിറ്റൽ വി ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ഐ എന്ന് പറയുന്നത് അതിൻ്റെ തെർമൽ വെലോസിറ്റി അല്ലേ. ആക്ച്വലി അതിൻ്റെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിയാണ് വി ഐ, അതിൻ്റെ യഥാർത്ഥ വെലോസിറ്റിയാണ്. ഈ ടേമിന് എന്താ? വാട്ട് ഇസ് ദിസ് ടേം?
മൈനസ് ഇ ബൈ എം എന്ന് പറയുന്നത് അതിൻ്റെ ആക്സലറേഷനാണ്. ഇതാണ് അതിൻ്റെ ആക്സലറേഷൻ. ഈ ആക്സലറേഷനെ ടി എ എന്ന് പറയുന്ന സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ആക്സലറേഷൻ ടു ടൈം എന്താണ്? വെലോസിറ്റിയാണ്. ഈ ടി എ എന്ന് പറയുന്ന സമയം എന്താണ്? ടി എ എന്ന് പറയുന്ന സമയം ലാസ്റ്റ് കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുണ്ടായിട്ടുള്ള ടൈമാണ്. ഇ ബൈ എം എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് കൊളീഷന് ശേഷം ഉണ്ടായിട്ടുള്ള ആക്സലറേഷൻ ആണ്. സോ ഒരു കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊളീഷൻ വരെ, ഒരു കൊളീഷന് ശേഷം അടുത്ത കൊളീഷൻ വരെ ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ മൂവ്മെൻറ്റ്, അതാണ് നമ്മൾ ഡ്രിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ഡ്രിഫ്റ്റ്, സോ ഇലക്ട്രിക് ഫീൽഡിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ആ മൂവ്മെൻറ്റ് എടുത്ത സമയമാണ്, ഒരു കൊളീഷന് ശേഷം അടുത്ത കൊളീഷൻ വരെ അതിനെടുത്ത സമയമാണ് ടി ഐ. ആ സമയത്തെ ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വെലോസിറ്റിയാണ് കിട്ടുക, വിച്ച് ഇസ് ദ അഡീഷണൽ വെലോസിറ്റി. സോ ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ അറ്റ് ദ ടൈം ടി ഈസ് ഗിവൺ ബൈ അതിൻ്റെ ആക്ച്വൽ വെലോസിറ്റി, തെർമൽ വെലോസിറ്റിയും ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ കൊടുത്തപ്പോൾ ഉണ്ടായ ആക്സലറേഷൻ ഉണ്ടായ പുതിയ അഡീഷണൽ വെലോസിറ്റിയും. സോ ദിസ് ഇസ് ദ അഡീഷണൽ വെലോസിറ്റി. ദ ടേം മൈനസ് ഇ ബൈ എം ടി ഐ എന്ന് പറയുന്നതാണ് അഡീഷണൽ വെലോസിറ്റി. അപ്പോൾ വി ഐ ഇസ് ദ ആക്ച്വൽ വെലോസിറ്റി വിച്ച് ഇസ് ദ തെർമൽ വെലോസിറ്റി, and this is the new velocity which appears when electric field is applied. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള പുതിയ വെലോസിറ്റിയും ആക്ച്വൽ തെർമൽ വെലോസിറ്റിയും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ടോട്ടൽ വെലോസിറ്റി. വി ഐ, ക്യാപിറ്റൽ വി ഐ ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ അറ്റ് ദ പർട്ടിക്കുലർ ടൈം ടി. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിൻ്റെ മാത്രം കേസാണ്. ith ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു നമ്മൾ എടുത്തൊരു പരീക്ഷ ഇലക്ട്രോണാണ്. ഇത്തരത്തിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും കണ്ടക്ടറിൽ. ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോണുകളൊക്കെ റാൻഡമായിട്ട് മൂവ് ചെയ്യും, പലതും പല ഡയറക്ഷനാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഒരു കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊളീഷൻ വരെ ഉണ്ടാകുന്ന സമയം എല്ലാ ഇലക്ട്രോണിൻ്റെയും സെയിം ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എല്ലാ ഇലക്ട്രോണിൻ്റെയും ടി ഐ എന്ന് പറയുന്ന സമയം സെയിം അല്ല. ഒരു കൊളീഷൻ കഴിഞ്ഞിട്ട് അടുത്ത കൊളീഷൻ വരെ എടുക്കുന്ന എല്ലാ ഇലക്ട്രോണിൻ്റെയും ഈ ടൈം സെയിം ആയിക്കൊള്ളണമെന്നില്ല. സോ എല്ലാ ഇലക്ട്രോണിൻ്റെ സമയത്തോളം ഈ ടേം സെക്കൻഡ് ടേം സെയിം ആവണം എന്നില്ല. ഓരോ ഇലക്ട്രോണും ഈ ടൈം സെക്കൻഡ് ടൈം വ്യത്യസ്തമായിരിക്കാം, കാരണം ടി ഐ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ടൈം ആവും. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഇലക്ട്രോണിൻ്റെ കേസിലും ഇതെന്ത് ചെയ്യണം? നമ്മൾ ആവറേജ് ചെയ്യണം. അപ്പോൾ എല്ലാ ഇലക്ട്രോണും കൂടി പരിഗണിക്കുമ്പോൾ, ആ കണ്ടക്ടറിനുള്ള മൊത്തം ഇലക്ട്രോണെ പരിഗണിക്കുമ്പോൾ ഓരോ ഇലക്ട്രോണിനും ഈ ഒരു വെലോസിറ്റി വ്യത്യസ്തമായ വെലോസിറ്റിയാണ്. വി ഐ എന്ന് പറയുന്നത് വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് എടുക്കണം. സോ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നത്. എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ഇലക്ട്രോണിൻ്റെ കേസിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ, സോ the equation for average velocity of n electrons at any time is given by V average equal to V average small letter V average minus E by m T I average. This V average is the total velocity and this V average is the average thermal velocity and this is the additional average velocity. Now what happens? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ സ്പീഡാണ് തെർമൽ സ്പീഡ് എന്ന് പറയുന്നത്. ഈ തെർമൽ സ്പീഡ് അല്ലെങ്കിൽ തെർമൽ വെലോസിറ്റിയുടെ ആവറേജ് വാല്യൂ 0 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇസ് 0. സോ വാട്ട് ഈസ് ദിസ് വാല്യൂ? വി ഐ ആവറേജ് നമുക്ക് 0 കൊടുക്കാം. വി ഐ ആവറേജ് 0 ആണ്. ദെൻ വാട്ട് അബൌട്ട് ടി ഐ ആവറേജ്? ടി ഐ ആവറേജ് എന്താ? ടി ഐ എന്ന് പറയുന്നത് ഒരു കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊളീഷൻ വരെയുള്ള സമയമാണെന്ത്? ടി ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോണിൻ്റെ കേസിലും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. സോ ടി ഐ ഇസ് ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അടുത്ത രണ്ട് കൊളീഷനിടയ്ക്കുള്ള ടൈം ഇൻ്റർവലാണ് ടി ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇലക്ട്രോണിൻ്റെ കേസിൽ വ്യത്യസ്തമായിരിക്കും. ദാറ്റ് ടൈം ഇൻ്റർവൽ ഇസ് കാൾഡ് റിലാക്സേഷൻ ടൈം. ഇലക്ട്രോൺ റിലാക്സ് ചെയ്യുന്ന ടൈമാണ്. അതായത് രണ്ട് കൊളീഷൻ്റെ ഇടയ്ക്ക് കൊളീഷൻസ് ഒന്നും ഇല്ലാതെ ഇലക്ട്രോൺ റിലാക്സ് ചെയ്യുന്ന ടൈം, ദാറ്റ് ഇസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം. സോ ടി ഐ ആവറേജ് ഈസ് ടി ആവറേജ് മേ ബി കാൾഡ് റിലാക്സേഷൻ ടൈം. ദിസ് ലെറ്റർ ടി ഐ ആവറേജ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടോ. നമ്മൾ ടോർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന അതേ ലെറ്ററാണ്, ടോ എന്ന ലെറ്ററാണ് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? ദ ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് ദ ഇലക്ട്രോൺസ് ഇസ് കാൾഡ് റിലാക്സേഷൻ ടൈം ടോ. നോ ദ അബോവ് ഇക്വേഷൻ ഈസ് റീറിട്ടൺ ആസ് വി ആവറേജ് ഇക്വൽ ടു 0 കൊടുക്കുകയും ടി ആവറേജ് പകരം ടോ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദ ഫൈനൽ ഇക്വേഷൻ മേ ബി റിട്ടൺ ആസ് വി ആവറേജ് ഈക്വൽ ടു മൈനസ് ഇ ബൈ ടോ ഓർ വി ഡി ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ടോ, where VD is the
Vd is the final average velocity of an electron in the presence of an electric field. This average velocity is called drift velocity. So Vd is the drift velocity. അപ്പോൾ എന്താണ് drift velocity? നോക്കി നോക്കൂ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ വി ഐ ആവറേജ് ഇക്കൽ മൈനസ് ഇ വി എൻ ടോ എന്നാണ് കിട്ടിയുള്ളത്. ഈ വി ഐ ആവറേജ് എന്താണ്? ഇത് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ വെലോസിറ്റിയാണ്. ഇ വി എം ടോ എന്ന് പറയുന്ന ടേം എന്താണ്? ഇ വി എൻ ടോ എന്ന് പറയുന്ന ടേം നമ്മൾ ആദ്യ എഡ്യൂക്കേഷനിൽ ഇ വി എൻ ടോ എന്ന ടേം എന്തായിരുന്നു? ഇ വൈ എം ടോയ്ക്ക് പകരം ടി എ കൊടുത്തിട്ടുണ്ട്. ആ ടേം എന്തായിരുന്നു? ദാറ്റ് ഈസ് അഡീഷണൽ വെലോസിറ്റി. അപ്പോൾ തെർമൽ വെലോസിറ്റിയേക്കാളും അതിന് മുകളിൽ ലഭിച്ചിട്ടുള്ള അഡീഷണൽ വെലോസിറ്റിയാണ് ഇ വി എൻ ടോ. വി ഐ എന്താണ്? വി ആവറേജ് എന്താണ്? ടോട്ടൽ വെലോസിറ്റി. അപ്പോൾ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ആവറേജ് വെലോസിറ്റി ഈസ് കാൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ സ്പീഡിനേക്കാളും കൂടുതലായിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സ്പീഡാണെന്ന് പറയാം. ഇറ്റ് മേ ബി നോൺ ആസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ ഇലക്ട്രോൺസ് മൂവ് വിത്ത് ആൻ ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ഇപ്പോൾ ഇതിൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്, ടോ എന്ന് പറയുന്നത് ടൈം ആണെങ്കിൽ കൂടി അത് നമ്മൾ നോക്കുന്ന ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ആവറേജ് ടൈമാണ്. ടോ എന്ന് പറയുന്നത് ആവറേജ് ടൈം ഇൻ്റർവൽ അടുത്ത്. സോ ദ ഇലക്ട്രോൺസ് മൂവ് വിത്ത് ആൻ ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആൾദോ ഇലക്ട്രോൺസ് ആർ ആക്സലറേറ്റഡ്. ഇലക്ട്രോൺസ് ആർ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ടൈം ഡിപ്പെൻഡൻ്റ് അല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കേസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദിസ് ഫിനോമിന ഓഫ് ഡ്രിഫ്റ്റ്. This is the phenomenon of drift and the velocity Vd is called drift velocity. ഈ ഫിനോമിനാണ് ഡ്രിഫ്റ്റ് എന്ന് വിളിച്ചത്. ഈ വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡ്രിഫ്റ്റ് വെലോസിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിത്ത് വിച്ച് ദേ ഗെറ്റ് ഡ്രിഫ്റ്റഡ് അഗേൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആ സ്പീഡിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് വെൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് അക്രോസ് കണ്ടക്ടർ. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് ലഭിക്കുന്ന ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ എങ്ങനെയായാലും ഡ്രിഫ്റ്റ് വെലോസിറ്റി എപ്പോൾ ഉണ്ടാവുള്ളൂ? ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാവുക എപ്പോൾ മാത്രമേ ഉള്ളൂ? ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാത്രം. അപ്പോൾ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് സംഭവിക്കുന്നു. ആ ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ടറിൽ ഒരു കറണ്ട് ആവുന്നു. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ട് ഉണ്ടാക്കിയത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടുണ്ടായ ഡ്രിഫ്റ്റ് ആണ് കറണ്ടിന് കാരണം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്തില്ല? ഡ്രിഫ്റ്റ് ഇല്ല. ഡ്രിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും ഉണ്ടാകുന്നില്ല, കറണ്ട് ഉണ്ടാവുന്നില്ല. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡ്രിഫ്റ്റ് ഉണ്ടാക്കുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഇല്ല, ഡ്രിഫ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നില്ല? കറണ്ട് ഇല്ല. സോ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് കറണ്ട് മേ ബി റിലേറ്റഡ്. സോ വാട്ട് മേ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞതാണ്. വെൻ എ കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ്, an electric field is set up around the conductor and charge flows around the conductor with a drift velocity Vd. അതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ. Which means there will be net transport of charges across any cross section of the conductor perpendicular to the electric field. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഏരിയ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, കണ്ടക്ടറിനുള്ളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ഏരിയ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ ക്രോസ് സെക്ഷനിലൂടെ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ വേണ്ടി സാധിക്കും ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ്. അപ്പോൾ ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നത് ഡ്രിഫ്റ്റിന് വളരെ ചെറിയ ഡ്രിഫ്റ്റാണ്. ഇതിനാൽ കൂടി നെറ്റ് എഫക്റ്റ് എന്താണ്? അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്രിഫ്റ്റ് കൊണ്ട് നെറ്റ് എഫക്റ്റ് എന്താണ്? നെറ്റ് എഫക്റ്റ് നമുക്കൊരു ഇലക്ട്രിക് കറണ്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു ക്യൂ പോലെ നിൽക്കുകയെന്ന് വെച്ചു. വളരെ അടുത്തടുത്തായിട്ട് ഒരു ക്യൂ ആയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും പിറകിലുള്ള ആളും തള്ളുന്നു. ഏറ്റവും പിറകിലുള്ള ആളെ തള്ളുമ്പോൾ പിറകിലുള്ള ആൾക്ക് ചെറിയ ഡ്രിഫ്റ്റ് സംഭവിക്കുന്നു. അയാളൊന്ന് വീഴാൻ പോകുന്നു. അയാൾ വീഴാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ തൊട്ട് മുമ്പുള്ള ആളായിരിക്കും തള്ളുക, അല്ലേ? അപ്പോൾ
പിറകിലുള്ള ആളെ സംബന്ധിച്ചോളം ഉണ്ടായ ഡ്രിഫ്റ്റ് വളരെ ചെറുതാണ്. നമ്മൾ തള്ളിയതിൻ്റെ ഭാഗമായിട്ട് പിറകിലുള്ള ആൾക്ക് ഉണ്ടായ ഡ്രിഫ്റ്റ് വളരെ ചെറുതാണ്. അയാൾ മുമ്പുള്ള ആളെ തള്ളുന്നു, അയാൾ മുമ്പുള്ള ആളെ തള്ളുന്നു. അങ്ങനെ ഒരു 10-20 ആളുകളുണ്ടെങ്കിൽ ഏറ്റവും പിറകിലുള്ള ആൾക്ക് സംഭവിച്ച ഡ്രിഫ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ഏറ്റവും ആദ്യത്തെ ആളിലേക്ക് എത്തുന്നത്, ഏറ്റവും മുമ്പുള്ള ആളിലേക്ക് എത്തുന്നത്, ഏറ്റവും മുമ്പത്തെ ആൾ മുന്നിലേക്ക് വീഴുന്നു അല്ലേ. സോ ഇതേപോലെയാണ് ഇലക്ട്രോണിൻ്റെ കേസ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ടാകുന്ന ചെറിയ ഡ്രിഫ്റ്റാണ്. പക്ഷേ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് ആ ഡ്രിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ സാധിക്കും. ഓരോ ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വളരെ ചെറുതാണെങ്കിൽ കൂടി അതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡാണ്. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി അത്ര സ്പീഡ് ഉണ്ടാവില്ല. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഓഫ് വെരി സ്മോൾ വാല്യൂ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്പീഡ് വളരെ വലിയൊരു സ്പീഡാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈവൻ ദോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഹാസ് വെരി സ്മോൾ വാല്യൂ, ഇലക്ട്രിക് കറണ്ട് ഹാസ് ദ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളൊരു പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ, ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സ്വിച്ച് ഇടുന്ന ആ ഇൻസ്റ്റൻറ്റ് തന്നെ ബൾബ് കത്തുന്നുണ്ട്. സ്വിച്ചിൽ നിന്നും ബൾബിലേക്കുള്ള ദൂരം ഒരു വിഷയമാവാറില്ല. സ്വിച്ചിൽ നിന്നും ബൾബിലേക്ക് 1 മീറ്ററാണോ 10 മീറ്ററാണോ 100 മീറ്ററാണോ അകലെന്നുള്ളത് ഒരു വിഷയമാവാറില്ല. കാരണം വെച്ചാൽ കറണ്ട് ട്രാവൽ ചെയ്യണത് ലൈറ്റിൻ്റെ സ്പീഡിലാണ്. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത്, സ്വിച്ച് ഓൺ ചെയ്ത ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇലക്ട്രോണിനെ മൂവ് ചെയ്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊണ്ട് ചെറിയ ഡിഫറൻ്റായിട്ട് അങ്ങനെ ബൾബിലേക്ക് എത്തുന്ന പോലെ ആലോചിച്ച് നോക്കും. അങ്ങനെയാണെങ്കിൽ എത്ര സമയം വേണ്ടി, എത്ര മണിക്കൂറുകൾ വേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു ഇലക്ട്രോൺ കിട്ടുന്ന ഡ്രിഫ്റ്റ് അടുത്ത ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ ട്രാൻസ്ഫർ അങ്ങനെ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ട്, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് ചെറിയൊരു ഏരിയ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ ക്രോസ് സെക്ഷനിലൂടെ നമുക്കൊരു നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ചാർജ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഏരിയ എടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഡ്രിഫ്റ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടക്ടർ പരിഗണിക്കുന്നു. ദിസ് ഇസ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ ആസ് യു ക്യാൻ സീ ദ ലോട്ട്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ തൽക്കാലം വരയ്ക്കുന്നുള്ളൂ. ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാം, റാൻഡമായിട്ട് മൂവ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് വരുന്നതുകൊണ്ട് ഡ്രിഫ്റ്റാണ് ഉണ്ടാകുന്നത്. ആ ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസിനൊക്കെ ഉണ്ടാകുന്ന നെറ്റ് എഫക്റ്റ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇലക്ട്രോൺസിനൊക്കെ ഉണ്ടാകുന്ന നെറ്റ് എഫക്റ്റ് എന്താണ്? നെറ്റ് എഫക്റ്റ് ഡ്രിഫ്റ്റ് മുഴുവൻ എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്, വിച്ച് മീൻസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമേ ഇനി ഇവിടെ കാണിക്കുന്നുള്ളൂ. ആക്ച്വലി നമുക്കറിയാം ആ ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നത് വളരെ ചെറിയ ഡ്രിഫ്റ്റാണ്. ഓരോ ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വളരെ ചെറിയ ഡ്രിഫ്റ്റാണ്. ആ ഇലക്ട്രോണുകളുടെ ആ ഡ്രിഫ്റ്റിൻ്റെ നെറ്റ് എഫക്റ്റാണ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടൊരു ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ സിലിണ്ടറുള്ളൊരു ഏരിയ ക്രോസ് സെക്ഷൻ പരിഗണിക്കുന്നു. ഏരിയ എ എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷനാണ് എടുക്കുന്നത്. ഈ ഏരിയയിലൂടെ ഇലക്ട്രോൺസ് കടന്നു പോകുന്നു. ഇപ്പോൾ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഇപ്പോൾ ഏരിയയിലൂടെ എത്ര ഇലക്ട്രോൺസ് കടന്നു പോകുന്നു ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ സീ കുറേ ഇലക്ട്രോൺസ് ഏരിയയിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ എടുക്കാം. നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പത്തിൽ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവൽ. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ ഓരോ ഇലക്ട്രോൺ ഉണ്ടായിട്ടുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആയിരിക്കും. വി ഡി ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി ഇലക്ട്രോൺ. ആവറേജ് വാല്യൂ ആണല്ലോ, വി ഡിയുടെ ആവറേജ് വാല്യൂ ആണ്. ഓരോ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ വ്യത്യസ്തമാകും പറഞ്ഞു. നമ്മൾ ആവറേജ് വാല്യൂ ആണ് അവസാനം കണ്ടത്. വി ഡി ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ. സോ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ ഇത്രയും ദൂരത്തിനുള്ളിലുള്ള, സോ വി ഡി ഡെൽറ്റ ടി. വി ഡി എന്നാൽ വെലോസിറ്റിയാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡെൽറ്റ ടി സമയമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം, അത് അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം അത് ഡിസ്റ്റൻസ് ആണ്. സോ ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും ഏരിയയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ വി ഡി സ്പീഡിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ അത്രയും വെലോസിറ്റിയുള്ള ഇലക്ട്രോൺസ് കടന്നു പോകുന്ന ഒരു ദൂരമാണ് കാണിച്ചിട്ടുള്ളത്. നോക്കി നോക്കൂ. അതാണെങ്കിൽ അത്ര ഭാഗത്ത് മാത്രം അതിനെ ഒരു ഏരിയ വേറെ ഹൈലൈറ്റ് കാണിച്ചാണ്. അപ്പോൾ ഇത്രയും ഏരിയയിലുള്ള, സോ ആസ് യു ക്യാൻ സീ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിലുള്ള ഇത്രയും ഇലക്ട്രോൺസ് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പരിഗണനയിലുള്ളത്. അപ്പോൾ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഏരിയ ജസ്റ്റ് ക്രോസ് ചെയ്ത് പോണത്. അപ്പോൾ മുമ്പിൽ ഈ ഇലക്ട്രോൺസ് കടന്നു പോകും, ഇത് കടന്നു. പക്ഷേ ഈ ഇലക്ട്രോണുകൾക്ക് ആ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ ഏരിയ ക്രോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല.
കാരണം അത് കുറച്ച് പിറകിലാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഈ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ വി ഡി ഡെൽറ്റ ടി എന്ന് പറയുന്ന ദൂരത്തുള്ള അത്രയും ഇലക്ട്രോൺസ് ആണ് ഈ ഏരിയ ക്രോസ് ചെയ്തുള്ളത്. നമ്മൾ അത്ര മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, നോ ഇഫ് സ്മോൾ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എന്നാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഈ സ്മോൾ ലെറ്റർ എൻ ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. അപ്പോൾ n is the electron density, a number of electrons per unit volume. അങ്ങനെയാണെങ്കിൽ total number of electrons crossing the area in the given interval of time is given by ആ ഡെൽറ്റ ടി സമയത്തിനുള്ളിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. നമ്മൾ ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഇസ് ഗിവൺ ബൈ ക്യാപിറ്റൽ എൻ. സോ സ്മോൾ എൻ ഇൻറ്റു വോളിയം. സ്മോൾ എൻ എന്നാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. നമുക്ക് വേണ്ടത് ആ ഷെയ്ഡ് ചെയ്ത് എത്രയും ഏരിയയിലുള്ള വോളിയം ആയിരുന്നു. സോ ആ വോളിയം എത്ര കിട്ടും? n ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു ഏരിയ. വോളിയം കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ലെങ്ത് ഇൻറ്റു ഏരിയ അല്ലേ ഡിസ്റ്റൻസിൻ്റെ ഏരിയ. സോ സ്മോൾ n ഇൻറ്റു ലെങ്ത് എടുത്ത് ഡിസ്റ്റൻസ് എടുത്ത് വി ഡി ഡെൽറ്റ ടി ആണ്. ഏരിയ എന്ന് പറയുന്നത് എ ആണ്. സോ n ഇൻറ്റു വി ഡി ഡെൽറ്റ ടി എ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് ദാറ്റ് ഏരിയ ഇൻ ദ ഗിവൺ ഇൻ്റർവൽ ഡെൽറ്റ ടി. നൗ ടോട്ടൽ ചാർജ് ക്രോസിംഗ് ദ ഏരിയ ഇൻ ദ ഗിവൺ ടൈം ഇൻ്റർവൽ എത്രയായിരിക്കും? ടോട്ടൽ ചാർജ് ഒരു ഇലക്ട്രോണിനും ചാർജ് നമുക്കറിയാം മൈനസ് ഇ ആണ് ചാർജ്. അപ്പോൾ ഈ വാല്യൂയെ എൻ വി ഡി ഡെൽറ്റ ടി എ എന്ന് എന്ത് മതി? മൈനസ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ. സോ മൈനസ് ഇ ആണ്. ഇപ്പോൾ സാധാരണ പരിഗണിക്കാറുള്ളത് ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ പരിഗണിക്കാറുള്ളത് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റാണ് പരിഗണിക്കാറുള്ളത് അല്ലേ. കൺവെൻഷണൽ കറണ്ട് ഇസ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ട് എടുക്കാറുള്ളത്. ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് അതേ ഡയറക്ഷനാണ് നമ്മൾ ഇലക്ട്രോണിക് കറണ്ട് എടുക്കാറുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ കറണ്ട് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ല പരിഗണിക്കേണ്ടത്, പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആണ് പരിഗണിക്കേണ്ടത്. സോ ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ചാർജുകൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയെന്ന് വിചാരിക്കാം. സോ ഇവിടെ ക്യൂ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ ദിസ് ഈസ് ദ നെഗറ്റീവ് ചാർജസ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ്ങുള്ള പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും? ഈ നെഗറ്റീവ് സൈൻ വരെ പോസിറ്റീവ് സൈൻ കൊടുത്താൽ മതി. ഇപ്പോൾ കറണ്ട് കാണാൻ വേണ്ടി, കൺവെൻഷണൽ കറണ്ട് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് സൈൻ ഒഴിവാക്കണം. ഈ നെഗറ്റീവ് സൈൻ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് പോസിറ്റീവ് ചാർജുകളായി മാറും. സോ പോസിറ്റീവ് ചാർജ് മാത്രം എടുക്കുക. ഇലക്ട്രോൺസ് ഫ്ലോ അഗേൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ടോട്ടൽ ചാർജ് ക്രോസ് ഇൻ ദ ഏരിയ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ക്യൂ പോസിറ്റീവ് ഇക്വൽ ടു എൻ വി ഡെൽറ്റ ടി എ ഇ. ആ ഒരു സൈൻ മാറ്റി, അത്ര മാത്രമേ ഉള്ളൂ. ദെൻ കൺവെൻഷണൽ കറണ്ട് കണ്ടിട്ട് കറണ്ട് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഐ ഇസ് ഇക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ. കൺവെൻഷണൽ കറണ്ട് കണ്ടിട്ട് ഐ ഇസ് ഇക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഗിവൺ ബൈ ഐ ഇസ് ഇക്വൽ ടു എൻ എ ഇ വി ഡി. ദെൻ കറണ്ട് ഡെൻസിറ്റി എന്നാൽ കറണ്ട് പെർ ഏരിയ, യൂണിറ്റ് ഏരിയ. ഐ ബൈ എ ഇക്വൽ ടു എൻ ഇ വി ഡി. ഇസ് യൂണിറ്റ് ഈസ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഐ ഇക്വൽ ടു എൻ എ വി ഡി ഇസ് ദ relationship between drift velocity and current. N is number of electrons per unit volume. A is the area of cross section. E is the charge of electron. അല്ലെങ്കിൽ E is the charge of electron അല്ലെങ്കിൽ proton. E is equal to 1.6 into 10 to minus 19 coulomb. V d is the drift velocity. Okay. I equal to NAVD. I stands for current. N stands for number of electrons per unit volume. A is the area, E is the charge, V is the drift velocity. I is equal to NAVD. It is the equation between current and drift velocity. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. യു ഹാവ് ടു റിമെമ്പർ ഇറ്റ് ആൻഡ് ഡെറൈവ് ഇറ്റ്. അപ്പോൾ അത് ഇക്വേഷൻ പഠിച്ചാൽ മാത്രം പോരാ, അത് ഡെറൈവ് ചെയ്യുന്നതും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ ഇത്രയാണ് നമ്മളത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ മനസ്സിലാക്കിയുള്ളത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യമായിരുന്നു, ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ് ഇൻസൈഡ് ദ കണ്ടക്ടർ വിത്ത് ഓൾ പോസിബിൾ വെലോസിറ്റീസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ് സച്ച് ദാറ്റ് ദ നെറ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് കണ്ടക്ടറിൽ എന്താവില്ല, കറണ്ട് ആവില്ല. അങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സ്പീഡിനാണ് നമ്മൾ തെർമൽ സ്പീഡ്, തെർമൽ വെലോസിറ്റി എന്ന് വിളിച്ചത്. സോ ആവറേജ് വാല്യൂ ഓഫ് തെർമൽ വെലോസിറ്റി 0 ആണ്. ഇനി നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇലക്ട്രോണുകൾക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണുകൾക്ക് ഒരു ആക്സലറേഷൻ വരികയും വെലോസിറ്റി സഡൻ ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സഡൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ്, സഡൻ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ്. അപ്പോൾ ഇലക്ട്രോൺ ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക്, ഒരു പൊസിഷനിൽ പെട്ടെന്ന് മറ്റേ പൊസിഷനിലേക്ക് പെട്ടെന്നൊരു സഡൻ ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായിട്ട്
അങ്ങനത്തെ എല്ലാ ഇലക്ട്രോണുകളുടെയും ഡ്രിഫ്റ്റുകളുടെ ഒരു ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ആവറേജ് ആശയം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക ഇലക്ട്രോൺസ് ആർ മൂവിങ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ ഇലക്ട്രോണുകളും ഡ്രിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ ഇലക്ട്രോണുകളും ഡ്രിഫ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ആ ഡ്രിഫ്റ്റിനെ മൊത്തം പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇലക്ട്രോൺസ് ആർ മൂവിങ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആർ മൂവിങ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ഡയറക്ഷനിലായി വിച്ച് മീൻസ് ദർ ഇസ് എ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ വെൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്. ദാറ്റ് നെറ്റ് ഫ്ലോ കോൺട്രിബ്യൂട്ട് ടു ദ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ആവുന്നത് എങ്ങനെയാണ് ആ ഡ്രിഫ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് ഉണ്ടായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി, ഇലക്ട്രോൺ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡ്രിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അപ്പോൾ കറണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്രിഫ്റ്റ് ആണ് അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കറണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആ ഡ്രിഫ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇലക്ട്രോണുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ വിളിച്ചത് സിമ്പിളായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി വിളിച്ചത്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ വെൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്. ഇങ്ങനെ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു കൊളീഷനിൽ നിന്നും അടുത്ത കൊളീഷനിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന ദൂരം ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്യാതെ ട്രാവൽ ചെയ്യുന്ന ദൂരം ഓരോ കേസിലും വേറെ വേറെ ആയിരിക്കും. സോ അത് മോളിക്യൂൾസിൻ്റെ കേസിലുള്ള ഫ്രീ പാത്ത് പോലെയാണ്. അപ്പോൾ നമുക്ക് മീൻ ഫ്രീ പാത്ത് പോലെ എടുക്കാൻ പറ്റും സാധിക്കും. അതിന് കറസ്പോണ്ടിങ് ഉള്ള ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ is taken as relaxation time, an average value. So relaxation time is the average time interval between two successive collisions. That is represented by tau എന്ന വാല്യൂ. സോ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് ആണ് കറണ്ട് ആക്കുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഇലക്ട്രോണിൻ്റെ കേസിൽ കറണ്ടിന് കാരണമാകുന്നുണ്ടെങ്കിൽ ദർ മേ ബി എ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് ആൻഡ് കറണ്ട് ഓർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. അപ്പോൾ എന്ത് ചെയ്തു ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഫൈനലി വി എൻഡ് വിത്ത് ആൻ ഇക്വേഷൻ വിച്ച് ഇസ് ഗിവൺ ആസ് I is equal to NaEVD. ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.